വടാട്ടുപാറ പലവൻപുഴയിൽ വിനോദസഞ്ചാരികൾ അപകടത്തിൽപ്പെടുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ ദിവസം മരിച്ച 3 യുവാക്കൾ ഉൾപ്പെടെ 21 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. മുന്നറിയിപ്പ് ബോർഡുകൾ അവഗണിക്കുന്നത് തന്നെയാണ് അപകട കാരണമെന്ന് വ്യക്തമാക്കുകയാണ് ഓരോ സംഭവങ്ങളും. ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലത്ത് വടാട്ടുപാറയിലെ പലവൻപടിയിലാണ്. അതായത് പലവൻപുഴ ഒഴുകുന്ന ഏറ്റവും അടുത്ത ഭാഗം. ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടതുവശത്ത് കാണുന്ന വഴിയിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം 9 BDS വിദ്യാർത്ഥികൾ പലവൻപുഴയിലേക്ക് പോയതും അതിൽ 3 പേർ മുങ്ങി മരിച്ചതും. എന്നാൽ ഇതൊരു പൊതുവഴിയല്ല, പകരം വനഭൂമിയാണ്. അതായത് അനുവാദമില്ലാതെ ആർക്കും പ്രവേശിക്കാൻ സാധിച്ചുകൂടാത്ത സ്ഥലം. അതുൽരാജ്, ബിയോൺ ബിജു, ഹരീഷ് ബിബി എന്നീ വിദ്യാർത്ഥികൾ സുഹൃത്തുക്കളായ മറ്റ് 6 പേർക്കൊപ്പം ബൈക്കുകളിലാണ് ഇവിടെ എത്തിച്ചേർന്നത്. എന്നാൽ തിരികെ പോയപ്പോൾ 3 പേർ ജീവനോടെ ഉണ്ടായിരുന്നില്ല. റിസർവ് വനഭൂമിയായ ഈ ഭാഗത്ത് പ്രവേശിക്കരുതെന്ന കർശന നിർദ്ദേശവും ഇവിടെ സൂചിപ്പിച്ചിരുന്നു. എന്നിട്ടും ഇതിനോടകം ഇവിടെ മരിച്ചത് 21 പേർ. പുഴയിൽ ഇറങ്ങുന്നത് തന്നെ അപകടമാണെന്ന് കാണിക്കുന്ന ബോർഡുകളും വനം വകുപ്പ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതും കടന്നാണ് വിദ്യാർത്ഥികൾ പുഴയിലേക്ക് പോയത്. ഇടമലയാർ ഡാമിൽ നിന്നും വൈദ്യുതി ഉൽപാദനം നടത്തിയ ശേഷം പുറന്തള്ളുന്ന വെള്ളമാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. പാറകൾ നിറഞ്ഞതാണ് പനവൻപുഴ. ഇത് ഒഴുകിയെത്തുന്നത് കുട്ടമ്പുഴ പുഴയിലേക്കാണ്. കാഴ്ചയിൽ മനോഹരമായി തോന്നിക്കുന്ന മണൽത്തിട്ട ചെന്നവസാനിക്കുന്നിടം അഗാധമായ ഗർത്തമാണ്. ഇത് പെട്ടെന്നൊന്നും തിരിച്ചറിയാനാകില്ല. വർഷങ്ങളായി ഇടമലയാർ ഡാമിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളം സൃഷ്ടിച്ച ഒരു സ്വാഭാവിക മണൽത്തിട്ട മാത്രമാണ് ഇവിടെയുള്ളത്. അല്ലാതെ ഇതൊരു അംഗീകൃത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനോ പിക്നിക് സ്പോട്ടോ അല്ല. അപകടം നടന്ന ശേഷം ഇടമലയാർ പവർ ഹൗസിൽ ചെന്ന് വിവരമറിയിക്കുകയും തുടർന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിച്ചതിനെ തുടർന്നുമാണ് പുഴയിലെ ജലനിരപ്പ് താഴ്ന്നത്. ഇതിനുശേഷമാണ് മൃതദേഹങ്ങൾ 3 ലഭിച്ചത്. അധികൃതരുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക. ഒരുപക്ഷെ അത് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചേക്കാം. ക്യാമറമാൻ അപ്പു സുരേന്ദ്രനൊപ്പം മോഹൻ എബ്രഹാം, KCV ന്യൂസ്, കോതമംഗലം.